മഹേട്ടാ മഹേട്ടാ, ദേ അവൻ തിരിച്ച വാടക വീട്ടിലേക്ക് പോവാ. അവനോട് പോകണ്ടെന്നൊന്ന് പറ പ്ലീസ്. മഹേട്ടൻ പറഞ്ഞ അവൻ കേക്കും. പറ മഹേട്ടാ. മോനെ, അച്ഛനെ ഈ അവസ്ഥയിലിട്ടിട്ട് എങ്ങനെയാ നിനക്ക് പോവാൻ പറ്റുന്നേ? അച്ഛാ, പെട്ടെന്ന് എനിക്ക് അവിടെ നിന്ന് മാറാൻ പറ്റാത്തൊരവസ്ഥയാ. ചില ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒരു സുപ്രഭാതത്തിൽ ഒഴിഞ്ഞു മാറാൻ പറ്റില്ലല്ലോ. മോനെ, എടാ ഇത് നിന്റെ വീടല്ലേ, നീ താമസിക്കേണ്ടത് ഇവിടെ അല്ലേ? അമ്മേ, വീടും നാടും ഉപേക്ഷിച്ച ഒരു കുടുംബത്തെ ആ വീട്ടിൽ കൊണ്ടുവന്ന് ഞാൻ താമസിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഞാൻ മൂലം പരിഹരിക്കേണ്ട പല കാര്യങ്ങളും ഉണ്ട്. ഞാൻ ഇവിടെ വന്ന് നിന്നുപോയ ആ കാര്യങ്ങൾക്കൊന്നും ഒരു പരിഹാരമാവില്ല. നമ്മളായിട്ട് മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കില്ലെന്ന് എനിക്കൊരു നിർബന്ധമുണ്ടെന്ന് കൂട്ടിക്കോ. അച്ഛനായിട്ട് എന്നെ ഇപ്പൊ തടയരുത്. നീ എത്രയും നാളും എന്നോടുള്ള വാശിയിലാ ജീവിച്ചത്. ആ വാശിയും വൈരാഗ്യവും ഇല്ലാത്ത സ്ഥിതിക്ക് സ്നേഹത്തോടെ നിന്നെ അടുത്ത് കാണാനുള്ള ആഗ്രഹം കൊണ്ടാവാം നിന്റെ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്. മുഴുവൻ സമയവും ഇവിടെ നിൽക്കണമെന്നല്ല അവള് പറയുന്നത്. ജോലി തിരക്കുകൾക്കിടയിൽ വീടിനെയും വീട്ടുകാരെയും മറന്നു പോകാതിരിക്കുക. ഏട്ടാ, അവിടെ റാണി അവളുടെ അമ്മയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ പിന്നെ ശാലിനി ചേച്ചിയും കുട്ടികളും ഒറ്റയ്ക്കാവുന്ന പേടിയും വേണ്ട. നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കൊന്നും ഞാനൊരു എതിരും പറയുന്നില്ല. പക്ഷെ കുറച്ച് ദിവസം കൂടി കഴിയട്ടെ. എല്ലാത്തിനും നമുക്ക് ശാശ്വതമായിട്ടൊരു പരിഹാരം ഉണ്ടാക്കാം. മോനെ, നിനക്ക് നിന്റെ അച്ഛന്റെ അവസ്ഥ അറിയാലോ. നമുക്ക് അച്ഛന് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയം ഇതാ. ഡാ, നീ ഒന്ന് ആലോചിക്ക്. എന്നിട്ട് ആവശ്യമില്ലാത്ത എല്ലാ പ്രശ്നങ്ങളും തലേന്നെടുത്ത് കളഞ്ഞിട്ട് നമ്മുടെ ബിസിനസ് നോക്കി നമ്മുടെ സ്വന്തം വീട്ടിൽ നിൽക്ക്. അതെ കുഞ്ഞെ, അല്ലെങ്കിൽ മഹേന്ദ്ര സാർ ഉണ്ടാക്കി വെച്ചതെല്ലാം അന്യാധീനപ്പെട്ടു പോവും. പിന്നെ സാറിന്റെ ഈ അവസ്ഥ കണ്ടില്ലേ? അങ്ങനെയൊന്നും പറയല്ലേ സ്വാമി. എനിക്കൊരു ചെറിയ ഏനക്കേട് വന്നപ്പോഴേ നീ ഇങ്ങനെ പേടിച്ചാലോ നിർമ്മലേ? അവൻ നിൽക്കും. ഈ കാണുന്നതെല്ലാം ഇവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതല്ലേ. ഇതെല്ലാം ഇട്ടെറിഞ്ഞിട്ട് അവൻ എങ്ങനെയാ മറ്റൊരിടത്തേക്ക് പോകാൻ പറ്റുന്നേ? ഞാൻ വരും. നമ്മുടെ ഈ വീട്ടിലേക്ക് തന്നെ ഞാൻ തിരിച്ചു വരും. അതിനു മുമ്പ് ചില കടമകൾ ചെയ്തു തീർക്കാനുണ്ട്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ അതിനെനിക്ക് ഉത്തരവില്ല. പക്ഷേ ആ കടമകൾ തീർക്കലാണ് എൻ്റെ ഇപ്പോഴത്തെ ജോലി. അതാര് പറഞ്ഞ് ഏൽപ്പിച്ചുവെന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷേ എനിക്കതിന്ന് പിന്മാറാനും സാധിക്കില്ല. ഞാൻ വരാം. തടസ്സം പറയരുത്.